നിവിൻ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നത് എന്റെ പൊന്നോ. അതായത് പുള്ളിക്കാരനെ നോമിനേഷൻ ഇട്ടല്ലോ, അതിന്റെ ദേഷ്യമാണ് ഈ ചെയ്തു കൂട്ടുന്നത്. പക്ഷേ ഇപ്പൊ മാറിപ്പോയിട്ടുണ്ട്. ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു നിവിന്, ഇതെന്താ ഈ കാണിച്ചു കൂട്ടുന്നുള്ള രീതിയിൽ. അങ്ങനെ ആദ്യം ഇടപെട്ട് ഇപ്പൊ എണീറ്റ് പോയിട്ടുണ്ട്. എന്തൊക്കെ നടന്നെന്ന് പറയാം. കലിതുള്ളി ഇരിക്കുന്ന നിവിൻ, എടേ നിനക്ക് കാണിച്ച് തരാടി. സത്യം പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടാ. രാവിലെ തൊട്ട് അനുവും നമ്മുടെ സാബുമാനും ആരനും കൂടെ നടക്കണത് കണ്ട് ഞാൻ ഉറങ്ങി 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 വീണായിരുന്നു കേട്ടാ. ഈ നിവിൻ ഇതിനകത്ത് വന്നപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. തെറ്റാണ് ചെയ്തത് സംഭവം, നിവിൻ ചെയ്ത തെറ്റാണ്. പക്ഷെ ഒരു ട്വിസ്റ്റ് വന്നു. പിന്നെ വേറൊരു സംഭവം നടന്നടാ. ഇതിൻ്റെ ഇടയിൽ കൂടെ നിവിൻ പോയല്ലോ. നിവിൻ പോയി, അത് കഴിഞ്ഞ് ആര്യൻ ബാക്കി വന്ന ചോറ് കുറച്ചുണ്ടായിരുന്നു, അത് വലിയ പാത്രമായിരുന്നു. ആര്യൻ്റെ ഭാഗത്താണ് തെറ്റ്. ആ ചോറിനകത്ത് ഇവർ ഗ്രേവി ഉണ്ടാക്കിയില്ല, ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഗ്രേവി ഇല്ലായിരുന്നു അതിനകത്ത്. സോ ചിക്കൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി പോയതും ഇങ്ങനെ വായിലേക്ക് വെച്ചത് ലക്ഷ്മി വന്ന് പിടിച്ച് വലിച്ച്, അത് ബാക്കി വന്ന ചോറാണ്. സോ അത് ആര്യൻ ചെയ്തത് മിസ്റ്റേക്കാണ്. പക്ഷെ ആ ഒരു പിടിച്ച് വലിച്ച ആ റൂഡ്നെസ് ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ അത് കുറച്ചും കൂടി നയപരമായിട്ട് ലക്ഷ്മിക്ക് കൈകാര്യം ചെയ്യായിരുന്നു. ഇങ്ങനെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിന്നാൻ സമ്മതിക്കൂല എന്നുള്ള രീതി. അതായത് മനസ്സിലായില്ലേ, പണ്ട് അനുവൊക്കെ കാണിച്ചിരുന്നല്ലോ തരൂല എന്നൊക്കെ, ആ രീതി. അത് നമ്മുടെ പ്രവൃത്തി ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ റൈറ്റും റോങ്ങും ഇല്ല, പ്രവൃത്തിയാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇപ്പം അതിനകത്ത് ആരും ചെയ്തത് ആ കഷ്ണം എടുത്തിട്ട് അവൻ കഴിച്ചു. ആരും കഴിക്കാൻ വേണ്ടി പോയതുവേ, അത് കഷ്ണമെടുത്തിട്ടത് തെറ്റാണ്. ചാറില്ലായിരുന്നു, ചെയ്ത തെറ്റാണ്, ഓക്കെ. പക്ഷെ ആ പിടിച്ച് വലിച്ച രീതി കാണുമ്പോഴേ നമുക്ക് അവിടെ എന്തോ പോലെ ഫീൽ ചെയ്യും. എന്തോ ഒരു എന്തിനിങ്ങനെ ചെയ്തത്, അതിനെ ഒരു നല്ല രീതിയിൽ എടുക്കാമായിരുന്നു ലക്ഷ്മിക്ക്. എനിക്കത് ഫീൽ ചെയ്തു. ഇപ്പോൾ ലൈവിൽ നടന്ന കാര്യമാണ്. അത് ആരുടെ ഭാഗത്ത് തെറ്റാണെങ്കിലും നമ്മളൊരാളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അതിനെ ഇടപെടേണ്ട രീതിയുണ്ട്. അതിനെ വലിച്ചെടുത്തോണ്ട് ഇങ്ങോട്ട് എന്നുള്ള രീതിയിൽ പിടിച്ച് വലിച്ചെടുത്തിട്ട് പോയിട്ട് ആ ചോറെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചു. സോ ആ ഒരു കാര്യത്തിന് വഴക്ക് നടക്കണത് ഇപ്പോഴും. ഷാനവാസ് പിന്നെയും ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരനാണ് ഇത് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു ഇതിലാണ് കറി എടുക്കാൻ പാടില്ല, ഞാൻ മട്ടൻ പീസ് എടുത്ത മറ്റേ കഥ പറയും, ആ സംഭവമായിട്ട് വന്നേക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് നിവിൻ കാണിച്ചെന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം ഇവിടെ ആര്യനും സാബുമാനും കൈ കഴുകാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം നിവിനാണെങ്കിൽ ഇടയിൽ കയറുന്നു, എന്താ ഇത് അവിടെ നിന്ന് എന്ന് പറഞ്ഞ് കയറിയിട്ട് ഇവിടെ അനു പ്ലേറ്റ് കഴിവാൻ, ഞാൻ ഒറ്റയ്ക്ക് കഴുകിക്കോളാം എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് സാബുമാനെ ആര്യൻ ഹെൽപ്പ് ചെയ്യുന്നു. സാബു ഒരു രണ്ട് കൈ വെച്ച് ഓരോരുത്തർക്ക് കൊടുക്കുന്നു. അങ്ങനെ കയറിന്റെ ഇടയിൽ കൂടെ നിവിൻ കൈയിടുന്നു. പിന്നെ നിവിൻ മാറുന്നില്ല. മാറടാ അങ്ങോട്ട്, മാറത്തില്ല. അപ്പോഴിവിടെ അനുവാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണത്. തുടങ്ങണം നിവിൻ വന്ന് കയറി. നിവിൻ ഇവിടെ അനുവിന് കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെ വന്ന് കയറുന്നതാണ്. അനുവിനും സാബുമാനും ആരിന് കിട്ടാം, കാര്യം ഇവർ രണ്ടും സേവ്ഡ് ആണ്. അനുവും സാബുമാനും ഓൾറെഡി ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞു. അവർക്ക് ഈ ക്യാപ്റ്റൻ ആവേണ്ട ആവശ്യമില്ല. പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ ക്യാപ്റ്റൻ ആവണമെന്ന്, അതിനു വേണ്ടി നിൽക്കുന്നതാണ്. പക്ഷെ ആരിനാണ് ഇവിടെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത്. ആര്യൻ ഓൾറെഡി നോമിനേഷനിലുണ്ട്. സോ എങ്ങനെയെങ്കിലും ആരിന് കിട്ടണം, ഇവർക്ക് രണ്ടുപേർക്കും കിട്ടാൻ പാടില്ല. അപ്പൊ അതിൻ്റെ ഇടയിൽ വന്ന് ആര് കയറി? നിവിൻ കയറി. അപ്പൊ ഇവിടെ അനു ദേഷ്യപ്പെട്ടു. ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്താ കാണിക്കാൻ നോക്ക്, ഇപ്പൊ തന്നെ ഞാൻ മാറില്ല നോക്കിക്കോ നിന്നെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ അനു വന്നിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ട്വിസ്റ്റായി രണ്ടും കൂടെ രണ്ടല്ല 4 പേരും കൂടെ പടോ എന്ന് പറഞ്ഞ് താഴേക്ക് വീഴുന്നു. അപ്പം എടീ ഞാൻ നോക്കിക്കോടി, ഇവിടെ കുറെ എണ്ണം ഇവിടെ വള്ളിയും പിടിച്ച് നിൽക്കുന്നു, ഒരു യോഗ്യതയില്ലാത്ത ഡിസർവിങ് അല്ലാത്ത ആളെന്നൊക്കെ പറഞ്ഞ് താഴെ വീഴുന്നു. അങ്ങനെ എല്ലാവരും ആള് കൂടെയാണ്. എടുക്കാൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. എടുക്കാൻ നടക്കാത്തപ്പോഴാണ് ഈ നിവിൻ ട്വിസ്റ്റ് ചെയ്തിട്ട് താഴെ വീഴുന്നത്. എന്നിട്ട് പിന്നെ അവിടെ ഒരു കിടപ്പ് അവിടെ അങ്ങോട്ട് കിടപ്പ്. ഉറങ്ങിയിരുന്ന ഞാൻ അപ്പത്തേക്കും കുറച്ചൊന്ന് കണ്ണൊക്കെ തോന്നട്ടെ, എന്താ സംഭവം എന്ന് അറിയണമല്ലോ. നിവിൻ ചെയ്ത തെറ്റാണ്, കാര്യം നിവിന് ഒരു ആവശ്യവും ഇല്ല ഇതിനകത്ത് ഇടപെടേണ്ട. നിവിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. അപ്പൊ അനു ഇവിടെ ആരും 2 കൈ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നു. അതിൻ്റെ കൂടെ കാര്യം നമുക്ക് കാണാൻ പറ്റുന്നില്ല, ലോങ് ഷോട്ടാണ്. അപ്പൊ അനീഷ്, നിവിൻ എന്താണ് ഈ കിടക്കുന്നത്? അപ്പൊ അനു, അവൻ വെറുതെ ഫെയർ അല്ല, അൺഫെയർ ആണ്. ദേ ഇപ്പോഴും വന്ന് നിൽക്കുന്നുണ്ട് ഇതിനകത്ത്, അതിൻ്റെ ഇടയിൽ ഇപ്പോഴും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിവിൻ, എനിക്ക് തോന്നുന്ന പോലെ ഞാൻ കിടക്കൂടി, നീ ആരാടി ചോദിക്കാൻ? അപ്പൊ അനു, ഇന്നലെ 2 മുട്ടനാടെ നോമിനേറ്റ് എന്ന് പറഞ്ഞ അക്ബറിനെയും ആര്യനെയും നോമിനേറ്റ് എന്ന് പറഞ്ഞവനാണ് ഇവൻ ആരെന്നറിയാം, അവൻ കള്ളനാണ്, അവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. നിവിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നിവിൻ്റെ പിന്നെ പറയണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പം ഞാൻ പറയൂടി, നിനക്ക് എന്താടി? അപ്പൊ അക്ബർ, അവൻ പറയണമെങ്കിൽ പറയട്ട്, കുഴപ്പമില്ല. നീ വേസ്റ്റ് കൈയിട്ടല്ലേടി? അപ്പൊ അനു, ഞാൻ വേസ്റ്റ് കൈയിട്ട് എത്ര ആൾക്കാരാണ് ജീവിക്കുന്നത്, വേസ്റ്റ് വെച്ചിട്ട് ജീവിക്കുന്നത്, നിന്നെ
പോലെയല്ല. ഓ ഞാൻ അവരെ അല്ലടി പറഞ്ഞത്, ഞാൻ നിന്നെ ആടി പറഞ്ഞത്, നീ വേസ്റ്റ് ആടി വേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ മോശം, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപ്പൊ നിവിൻ യു ആർ സച്ച് എ വേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ദുഷ്ടതരം ആടാ നിനക്ക്. അനുമോളും ചില്ലറക്കാരൊന്നും അല്ല. കാര്യം ഇന്നലെ എന്തൊക്കെയാ വിളിച്ചത്, നിന്റെ മുഖം കാണുമ്പോൾ അറപ്പാകുന്നു. പിന്നെ ദുഷ്ടതരമാണ്. പിന്നെ ശാപവാക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അനു. നീ ചതിയനാടാ, 2 പണത്തിൽ കാല് വെക്കുന്നതിനാടാ, നീ അനുഭവിക്കുവടാ എന്നൊക്കെ പറയുന്നുണ്ട് അനു. അപ്പോൾ നിവിൻ അതേടി, ഞാൻ 2 പണത്തിൽ കാല് വെച്ചവനാണ്, ദുഷ്ടനാണ്, ചതിയനാണ്, എല്ലാം ആടി ഞാൻ അവിടെ കിടക്കുകയാണ് ഇങ്ങനെ മലന്ന്. അപ്പൊ ഈ 3 പേരും നിവിൻ്റെ അടുത്ത് അങ്ങനെ, അതായത് ഒരാൾ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പം ആരിന് ഫേവറബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. അനുവും സാബുമാനും ഇച്ചിരി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നിവിൻ കിട്ടട്ടെ ഞാൻ വാങ്ങിച്ചോളാം, നിനക്ക് കിട്ടുവടാ ഞാൻ വാങ്ങിച്ചോളാം, കിട്ടട്ടെ ഞാൻ വാങ്ങിച്ചോളാം. അപ്പൊ അനു സാബുമാൻ പിടിച്ചിരിക്കുന്ന പക്ഷത്താണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. അപ്പൊ നിവിൻ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ അനീഷ് ഇപ്പോൾ എന്ത് ചെയ്യും നിവിൻ, അനു സ്ട്രോങ് ആണ്, സാബു സ്ട്രോങ് ആണ്, നിനക്കിപ്പോ ഒന്നും അനങ്ങാൻ പറ്റില്ല, താൻ പോടോ ഇറങ്ങി, ഞാനും സ്ട്രോങ് ആണ്, അനു സ്ട്രോങ്, സാബു സ്ട്രോങ്, ഞാനും സ്ട്രോങ് കേട്ടോ. അപ്പൊ അനു ആദിലെടുത്ത് എടി നീ ക്യാപ്റ്റൻ, നിനക്കൊന്ന് പറഞ്ഞൂടെ? അപ്പൊ അത് നിനക്ക് എന്താ പ്രശ്നം, നീ മര്യാദയ്ക്ക് ഇരിക്കും, നീയാണ് ഇവിടെ കിടന്ന് വെറുതെ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നിവിൻ എന്ന് പറഞ്ഞ് പുറത്തൊക്കെ നിവിന്റെ പുറത്തൂടെ അനുവും സാബുമാനും കിടക്കുന്നു. ഇപ്പൊ പ്രസവിക്കോ ഇത് എന്നൊക്കെ അനു ചോദിക്കുന്നുണ്ട്. അപ്പൊ സാബുമാൻ പറയുന്നത് ഇതിപ്പോ ആര്യന് മാത്രമാണ് ഫേവറബിൾ ആയിട്ട് കിടക്കുന്നത്. അപ്പം നിവിന്റെ പുറത്ത് അനുവും സാബുമാനെ കിടക്കുമ്പോൾ നിവിൻ തിരിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഷാനവാസ് ഇവിടെ മീശ പിരിക്കൽ മാത്രമേ ഉള്ളൂ, സംസാരിക്കാൻ പറ്റുന്നില്ല. മീശ പിരിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതില് നീ മിണ്ടാതിരിക്കുക അനു, നീ കിടന്ന ആവശ്യം സംസാരിക്കണ്ട. അപ്പൊ അനു ഞാൻ മിണ്ടും, ഞാൻ ആവശ്യമുള്ളപ്പോഴൊക്കെ മിണ്ടും, പിന്നെ മൈക്ക് തന്നേക്കൽ എന്തിനാണ്? ഇപ്പൊ മാപ്പ് പറയടി, നീ സോറി പറയണം. പിന്നെ ഞാൻ ഒരിക്കലും സോറി പറയൂല. അപ്പൊ അനീഷ് ഒരാവശ്യവും ഇല്ലാണ്ട് നുഴഞ്ഞു കയറിയവനാണ് ഈ നിവിൻ, താൻ പോടോ ഇറങ്ങി. ആടേ ഞാൻ നുഴഞ്ഞു കയറിയവനാണ്, തനിക്ക് എന്താ പ്രശ്നം? അപ്പൊ അനീഷ് 3 പേര് കളിക്കേണ്ട ഗെയിമാണിത്. അതെ ഞാനും കൂടെ ചേർന്ന് 4ാമതായി, താനും വായോ, താനും കിടക്ക്, താനും കൂടെ ചേർന്ന് 5ാമതായിക്കോട്ടെ. അപ്പോൾ ഇവിടെ അതൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പൊ നിവിൻ അപ്പൊ അനീഷ് അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അനുവിനും നമ്മുടെ ആര്യനും നമ്മുടെ സാബുമാനും കൂടി ചേർന്ന് നിവിനെ അറ്റാക്ക് ചെയ്താൽ നിവിൻ പെട്ടുപോകും. ഓഹോ താൻ വലിയ ഹിന്റ് കൊടുപ്പുകാരൻ, ഹിന്റ് കൊടുത്തോ, താൻ ജയിക്കാൻ വേണ്ടി പോയി കളിക്കണോ, താൻ എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്ക് അനീഷിന്റെ അടുത്ത്. അപ്പൊ അനീഷ് നന്നായി അപ്പം അത് കഴിഞ്ഞ് നന്നായി പോയി, ഇങ്ങനെ കിടന്നോ. അപ്പൊ തനിക്ക് എന്താണോ പ്രശ്നം, തനിക്ക് വന്ന് ഇവിടെ കിടക്കണോ? ഓ തനിക്ക് എന്റെ സ്ഥാനത്ത് കിടക്കണമായിരിക്കും സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട്, അതാണോ മാവന് വിഷമം, ബാബയ്ക്ക് വിഷമം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ഇത് ക്യാപ്റ്റൻ. അപ്പൊ ആര്യൻ ഇവിടെ സൈഡിൽ കിടന്ന് ഉറക്കമായി, ഇത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്, ഉറക്ക മത്സരമല്ല. അങ്ങനെ ആര്യനെ എണീപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് പിന്നെ അനൗൺസ് ചെയ്തു, കാര്യം ഇത്രയും മതിയെന്ന് ബിഗ് ബോസ് തീരുമാനിക്കുക, എന്റർടൈൻമെന്റ്. അപ്പൊ ഇത് നന്നായി നടക്കണം നോക്കേണ്ടത് ക്യാപ്റ്റനാണ്. അപ്പൊ അതിൽ വന്നിട്ട് നിവിനെ എണീപ്പിക്കുന്നു, നിവിൻ അവിടെ നിന്ന് എണീക്കുന്നു. അത് കഴിഞ്ഞ ശേഷം ഇവരിങ്ങനെ പിന്നെയും നടക്കുകയാണ്. അത് കഴിഞ്ഞ് നിവിൻ എണീറ്റ് പോകുന്നു, അവരുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞ് സ്റ്റോർ റൂമിൽ വെച്ചിട്ട് എന്തോ അനുവിന്റെ കൈ മാറിപ്പോയെന്നൊക്കെ, കൈ മാറിയതല്ല കൈൻ്റെ ഇത് മാറിയെന്നുള്ള ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല നീ പിടിച്ചോളാൻ പറയുന്നു. ആ സമയത്താണ് അനുവും ആര്യനും സാബുമാനും കൂടി പോയിട്ട് ഒരു കലമുണ്ട്, ഭക്ഷണം വെച്ച കലം, ആ കലത്തിൽ ചോറ് ബാക്കിയുണ്ടായിരുന്നു. ആ ചോറിൽ കറി ഇട്ടു, പക്ഷെ കറിയുന്ന സംഭവം ഇല്ല. അപ്പം കഷ്ണമാണ് എടുത്തിട്ടത്. സത്യം പറഞ്ഞാൽ ആരും ചെയ്ത തെറ്റാണ്. കറി മാത്രം ഒഴിച്ച് ഒരു പ്ലേറ്റിൽ വെച്ച് കഴിക്കേണ്ടതാണ്, ആ പാത്രത്തിൽ വെച്ച് കഴിക്കേണ്ടതല്ല. അപ്പോൾ ലക്ഷ്മി ഓടിപ്പോയിട്ട് എന്താ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാൻ പോയതും പിടിച്ചങ്ങോട്ട് മേടിച്ചു. ഭയങ്കര റൂഡിലിയാണ് പിടിച്ച് മേടിച്ചത് കേട്ടോ, റൂഡിലി. അപ്പം അനു പറഞ്ഞ് അങ്ങനെ കഴിക്കാൻ പോണ ആളുടെ അങ്ങനെ മേടിക്കല്ലേ. നീ ആരാടി പറയാൻ? ആരായിരിക്കും അത്? ടണ്ട പുതിയ വന്നിട്ടുണ്ട് മീശയൊക്കെ പിടിച്ച ആരാടി നീ ആരാടി അത് പറയാൻ? എന്റെ അപ്പം മട്ടൺ പീസിന്റെ കഥ ഞാനിപ്പോ പറയും. ആരാടി പറയാൻ? ശരിക്കും ആരും അവിടെ കഷ്ണം എടുക്കണ്ടായിരുന്നു, ചാറ് വെച്ച് കഴിച്ചാലും മതിയായിരുന്നല്ലോ. അപ്പം കാര്യം ബാക്കി വന്ന ചോറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് രാത്രി കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണെന്ന് പറഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷേ ലക്ഷ്മി കാണിച്ച രീതി തെറ്റാണ്, കാണിച്ച രീതി വളരെ മോശമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അപ്പോൾ ഇപ്പം നിവിനും ഇടയിൽ പോയി നിൽക്കുന്നുണ്ട്. അനുവിൻ്റെ അടുത്ത് പോയി നിവിൻ കിടക്കുന്നു, അക്ബർ കിടക്കുന്നു. ഇതിന് വല്ല തീരുമാനമാവുമെന്നൊരു പിടിയുമില്ല ഇന്നെങ്ങാനും, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.